ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചിലർക്കെങ്കിലും സംശയം വന്നിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലേ, ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണക്ക് എന്ന് പറയുന്നത് PSSCയിൽ വന്നതാണ്. സോ PSCയിൽ നമ്മൾ ഈ ഒരു പോയിന്റ് വിട്ട് കളയേണ്ട, ഇമെയിലുള്ളതാണ്. അപ്പോൾ ഡ്രൈവിംഗ് ഗിയർ എന്ന് പറയുന്നത് ഹാസ് 20 ടീത്ത് ആൻഡ് ഇറ്റ് റൊട്ടേറ്റ് വിത്ത് 100 RPM ഗിയറുമായി ബന്ധപ്പെട്ടതാണ്. കാൽക്കുലേറ്റ് ദ ഡ്രിവൺ ഗിയർ സ്പീഡ് ഹാവിങ് 40 ടീത്ത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ഗിയർ 20 ടീത്ത്, ഡ്രൈവിംഗ് ഗിയർ 20 ടീത്ത് ഉണ്ട് എന്ന് പറയുന്നു. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഡ്രൈവിംഗ് ഗിയറിൻ്റെ RPM 100 ആണെന്നും പറയുന്നു. സോ ഡ്രൈവിംഗ് ഗിയറിൻ്റെ ടീത്തും തന്നു, RPM തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ ഡ്രിവൺ ഗിയർ സ്പീഡ്, അതായത് ഡ്രിവൺ ഗിയറിൻ്റെ RPM കണ്ടുപിടിക്കണം. നമുക്ക് 40 എന്ന ടീത്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് രണ്ട് വീലുകൾ, അതായത് ഒന്ന് ഡ്രൈവിംഗ് ഗിയർ, മറ്റൊന്ന് ഡ്രിവൺ ഗിയർ. സോ അതിൽ ഡ്രൈവിംഗ് ഗിയറിൻ്റെ നമുക്ക് എന്തും തന്നിട്ടുണ്ട്, RPM, അത് റൊട്ടേറ്റ് ചെയ്യുന്ന RPM തന്നു, അതിൻ്റെ ടീത്തും തന്നു. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന RPM തന്നില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നു, ടീത്ത് തന്നു. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, RPM കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാലോ, എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊന്ന് എഴുതി വെച്ചു. ഇതുപോലെ അങ്ങ് അളുക്കാപ്പിളൊക്കെ എഴുതിയാലും മതി. എന്താണ് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1 T1 = N2 T2. എന്താണ് N1 T1, എന്താണ് N2 T2 എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളായി. N1 എന്ന് പറഞ്ഞാൽ RPM ഓഫ് ഡ്രൈവർ ഗിയർ അഥവാ ഡ്രൈവിംഗ് ഗിയർ എന്ന് പറയാം. T1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടീത്താണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് രണ്ടും തന്നിട്ടുണ്ടെന്ന്, അതാണ് ഈ അതാണ് പറഞ്ഞത്. N1 RPM ഓഫ് ഡ്രൈവർ ഗിയർ. സോ ആ ഒരു ഡ്രൈവർ ഗിയറിൻ്റെ ടീത്താണ് T1 എന്ന് പറയുന്നത്. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടില്ലാത്ത സംഭവമാണ്, അതായത് ഡ്രിവൺ ഗിയറിൻ്റെ അല്ലെങ്കിൽ ഫോളോവർ ഗിയറിൻ്റെ ഡ്രിവൺ ഗിയറിൻ്റെ RPM ആണ്. T1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ടീത്താണ്. സോ നമുക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഇവിടെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് നിർത്തിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെ തന്നു എന്തൊക്കെ തന്നില്ലെന്ന്. ഡ്രൈവിംഗ് ഗിയർ ഹാസ് 20 ടീത്ത്. നമുക്ക് അതായത് ഡ്രൈവിംഗ് ഗിയർ T1 ആണ്, നമ്പർ ഓഫ് ടീത്ത് ഇൻ ദ ഡ്രൈവർ ഗിയർ തന്നെയാണ്, സംഭവം ഒന്ന് തന്നെയാണ്. അപ്പോൾ എത്ര തന്നു, 20 ടീത്ത് തന്നു. N1 അതിൻ്റെ സ്പിൻഡിൽ സ്പീഡ് 100 RPM വന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും തന്നല്ലോ, ഞാൻ ഇവരെ രണ്ടുപേരെ ഇവിടെ എഴുതി. N1 100 ആണെന്നും T1 20 ആണെന്നും ഞാൻ എഴുതി. ഓക്കെ, പിന്നെ ആരെയാ തരാനുള്ളത്? N2 ഇവിടെ ഇവരെന്ത് ചെയ്തില്ല, തന്നിട്ടില്ല, കണ്ടുപിടിച്ചോളാനെന്ന് പറയുന്നത്. N2നെ നമുക്ക് തന്നിട്ടുണ്ട്, T2നെ നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടീത്തിനെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നത്, 20 40 തന്നു, 40 എഴുതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു N2നെ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ തന്ന N1, ഇവിടെ തന്ന T1 ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിട്ടുള്ള T2. 0 വെട്ടിപ്പോയി. 100 × 2 200 ഡിവൈഡഡ് ബൈ 4, 200 ഡിവൈഡഡ് ബൈ 4 50. വേറെ സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇത്ര സിമ്പിളായ കണക്ക് ഏതാല്ലേ? അപ്പം അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഓപ്ഷൻ 50 അത് തന്നെയാണ് ശരിയായിട്ടുള്ളത്. എങ്ങനെയാണ് അത് ഇത്രയും ഇതൊന്നും വേണ്ട. N1 N2 = T2 T1. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതൊന്നും നോക്കണ്ട, ഇതൊന്ന് നോക്കുക, ജസ്റ്റ് ഇതൊന്ന് നോക്കുക, മനസ്സിലാക്കുക, കുറച്ച് ഒന്ന് ചെയ്ത് നോക്കുമ്പം കുഴപ്പമില്ലാതെ കിട്ടും. ഓക്കെ, കുഴപ്പമില്ലാതെ കിട്ടും. ഇത് നോക്കിയാൽ മതി. N1 T1 N2 T2, N1 T1 N2 T2, ഇത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ ഇതൊന്ന് നോക്കിയാൽ മതി.